ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു വാഴപ്പിണ്ടി തോരൻ കേട്ടോ. ഇണ്ണിക്കാമ്പ് എന്നും പറയും, വാഴപ്പിണ്ടി എന്ന് പറയും, എണ്ണിത്തണ്ട് എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങളിവിടെ ഇണ്ണിത്തണ്ട് എന്നാണ് പറച്ചിൽ. നിങ്ങളെന്താ പറച്ചിൽ? അങ്ങനെ നമ്മൾ വാഴക്കൊലയൊക്കെ വെട്ടിയപ്പോഴേ അതിൻ്റെ എണ്ണിത്തണ്ടിയിട്ട് എല്ലാവരും ഉപ്പേരിയൊക്കെ നല്ല നമ്മളെ വയറിനും ഒക്കെ നല്ലതാണ്, എല്ലാ രോഗത്തിനും. വയറിൻ്റെ ഉള്ളിലെ എല്ലാ അശുദ്ധ അംശങ്ങളും ഒക്കെ പോകും കേട്ടോ ഇത് കഴിച്ചാൽ. ഇത് ടേസ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത് ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടു. എല്ലാവർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ടത്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഫോട്ടോ എടുത്താട്ടോ. നല്ല ഈ ഫോട്ടോത്തിൻ്റെ പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് വെറുതെ കഴിക്കാനും രസമാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ എണ്ണിക്കുമ്പം പെരിയും കഞ്ഞി നല്ല ടേസ്റ്റാണ്. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിപ്പോൾ ഇങ്ങനത്തെ 3 തണ്ടുകൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. വലിയ വാഴ വാഴയായിരുന്നു. അപ്പോൾ വെട്ടിയപ്പോൾ വലിയ എണ്ണിത്തണ്ട് ഇട്ടിട്ടോ. പിന്നെ തോലൊക്കെ കുറച്ച് പൊളിച്ചെടുത്തിട്ടേ അതിൻ്റെ ഉള്ളിലത്തതാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ ചെറുതാക്കി ഒന്ന് അരി കേട്ടോ. ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോർമൽ വാട്ടറിലാണ് കഴുകണത്. നോർമൽ വാട്ടറിൽ കഴുകിയിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിൽ വന്നാൽ മതി, അത് വെന്തിട്ടുണ്ടാവും. കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് എണ്ണിക്കാമ്പൊക്കെ ചെറുതാക്കി നുറുക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ നൂലിങ്ങനെ നുറുക്കുമ്പോൾ ഇതിൻ്റെ നൂലിങ്ങനെ ചിറ്റി എടുക്കണം കേട്ടോ, കൈ കൊണ്ട്. അല്ലേ, ഈ നൂലൊക്കെ ഇങ്ങനെ ചിറ്റി എടുക്കണം. എളുപ്പമുണ്ട്, നുറുക്കുമ്പോൾ തന്നെ ചിറ്റിയെടുത്താൽ മതി കേട്ടോ. ഇത് നമ്മളിത് നോർമൽ വാട്ടറിലാണ് കഴുകണത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്കിതൊക്കെ നുറുക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം.
അങ്ങനെ നമ്മുടെ ഇണ്ണിത്തണ്ടൊക്കെ നമുക്ക് നല്ലോണം ചെറുതാക്കി നുറുക്കിയെടുക്കാം കേട്ടോ. എത്ര വേണമെങ്കിലും ചെറുതാക്കി നുറുക്കാം. ഞാൻ അപ്പം അത്ര വലിയ ചെറുതാക്കണമൊന്നുമില്ല. അത് കുക്കറിൽ വെച്ചുമ്പോൾ എളുപ്പമുണ്ട് പാകാൻ കേട്ടോ. വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട. ഓൾറെഡി ഇതിന്മേൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ. ഇണ്ണിക്കാമ്പ് കൊണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കും കേട്ടോ. കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ചെങ്ങനെ ഉപ്പേരി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പല വിധത്തിലുണ്ടാക്കും. ഇണ്ണിത്തണ്ടും കറുവത്തും ചേമ്പും ഒക്കെ പാടെ കൂട്ടി പടുകൂട്ടാൻ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ആ വീഡിയോയിലേക്ക് പോയാൽ നമുക്കൊക്കെ നുറുക്കി നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇണ്ണിത്തണ്ടൊക്കെ നുറുക്കി കഴുകി 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ. ഒരു വിസിൽ മാത്രം വന്നാൽ മതി കേട്ടോ. നമുക്കതൊക്കെ ഒന്ന് വിസിൽ വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് ബാക്കി തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് ചതച്ചെടുക്കാം. അങ്ങനെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നിട്ട് നമുക്ക് വിസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കാം. അപ്പോഴത്തേന് നമുക്ക് തേങ്ങ, ചെറിയുള്ളി, ചെറിയ ജീരകം ഇതൊക്കെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. പിന്നെ നമുക്കൊന്ന് താളിച്ചെടുക്കും വേണം, ഒന്ന് തൂമിച്ചും വേണം. അങ്ങനെ നമ്മുടെ ഇണ്ണിക്കാമ്പൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് അതിൽ അരപ്പുണ്ടാക്കാം. അതിനിപ്പോൾ ഒരു 2-3 ചെറിയുള്ളി, ഒരു മുറി തേങ്ങ അത്യാവശ്യം ഇടണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയിൽ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാതെ അരയൊന്നും വേണ്ട, ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. അങ്ങനെ അതൊക്കെ ചതച്ചെടുത്തിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ.
ഇത് നുറുക്കേണ്ട ഒരു ഗതികേട് മാത്രമേ ഉള്ളൂ. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പച്ചമുളകൊക്കെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ തൂമിച്ചുമ്പോൾ കുറേ വറ്റൽമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ, വേപ്പിൻ്റെ ഇലയും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മളെ എണ്ണിക്കാമ്പൊക്കെ ഒന്ന് തൂമിച്ചുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കേട്ടോ. അതിനിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ തൂമിച്ചാൽ നോക്കുകൊണ്ടു, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയുള്ളി ഞാൻ കുറച്ച് അരിഞ്ഞു, ഒരു 10 ചെറിയുള്ളി കുറച്ച് അധികമാണ് കേട്ടോ. ഒരു 10 ചെറിയുള്ളിയും കൂടി അരിഞ്ഞിട്ട് നമുക്കതൊന്ന് നല്ലോണം ചോപ്പിച്ചെടുക്കാം. അങ്ങനെ കടുകൊക്കെ പൊട്ടുമ്പോൾ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒക്കെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഏറ്റവും ടേസ്റ്റിയും ഹെൽത്തിയുമായ വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ല ഹെൽത്തിയായൊരു ഭക്ഷണം കേട്ടത്. വാഴപ്പിണ്ടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ ആർക്കും പറ്റും, ഏത് രോഗികൾക്കും പറ്റുന്നതാണ്. എന്നാൽ എല്ലാവരോടും എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു.